ഈവനിങ് ഉള്ള സ്നാക്ക്, അതായത് കല്ലുമ്മക്ക കടുക്ക അമ്മ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്ന് പോയി നോക്കാം. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ അമ്മ നന്നായിട്ട് വൃത്തിയാക്കി തുടങ്ങി. അപ്പോൾ അത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. അതിലാണ് നമ്മൾ അരി നിറച്ച് വെക്കേണ്ടത്. അപ്പോൾ അമ്മ മാവ് ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് അരിപ്പൊടിയിലാണ് ചെയ്തിരിക്കുന്നത്. അരിപ്പൊടിയും ചെറിയുള്ളിയും ചോറും തേങ്ങയും ഒക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ കഹാനിയിലെ ഈവനിങ് വൈബ് എന്ന് പറയുന്നത്. അതൊരു രസം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുഴച്ചണം. അതായത് ഒന്നും കൂടി പറയാം, അരിപ്പൊടി, തേങ്ങ, ചോറ്, ചെറിയുള്ളി, പെരുംജീരകം, ഇതൊക്കെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതായത് അധികം അരച്ചെടുക്കാൻ പാടില്ല. ഇച്ചിരി വെള്ളം നനച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നിറച്ച് വെക്കണം. അപ്പോൾ ഇത് പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. പുഴുങ്ങിയിട്ടപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി അത് ഓരോന്നോരോന്നായിട്ട് ഇനി പൊളിച്ചെടുക്കണം. അതായത് കല്ലുമ്മക്ക വീണ് പോവാതെ അതിങ്ങനെ പൊളിച്ച് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ അരിക്കടുക്ക ഇവിടെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ അരിക്കടുക്ക. അപ്പോൾ ഇനി നമുക്കിത് നമ്മളുടെ മുളക് പൊടി വെള്ളത്തിൽ ജസ്റ്റ് മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ ആ പരിപാടിയിലേക്കാണ് ഇനി പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. കുറച്ച് ഓയിലേ ആവശ്യമുള്ളൂ. ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടണം. എടുക്കുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചേർത്ത്, ഉപ്പ് ഓൾറെഡി നമ്മൾ മാവിൽ കുഴച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒന്നും കൂടി ഉപ്പ് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞാനിങ്ങനെ മുക്കിയെടുത്ത് ഇതിലേക്ക് ഇടുകയാണ്. നമ്മളുടെ നല്ല ഫ്രഷ് കറിവേപ്പില, വീട്ടിലുണ്ടായ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ റെഡി ആവട്ടെ. എന്നിട്ട് തിരിച്ചും മറിച്ചും ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൊഴിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ ഇങ്ങനെ വാഴയിൽ കൂട്ടി നമുക്ക് ചൂടോടെ കഴിക്കണം. ചൂട് പോട്ടെ, കഴിക്കാൻ പറ്റും. നല്ല കൂട്ട് ഭയങ്കര സോഫ്റ്റാണ്. അങ്ങനെ